തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇന്ത്യയിൽ ഏതൊരു വാഹനവും ഓടിക്കുന്നതിന് നിയമപരമായി നിർബന്ധമാണ്. മാത്രമല്ല, സാമ്പത്തിക സുരക്ഷയ്ക്കും ഇത് നിർണായകമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടി എന്നീ പദങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇൻഷുറൻസിൽ ആദ്യ കക്ഷി ഇൻഷുറൻസ് പോളിസി വാങ്ങുന്ന വ്യക്തിയാണ്. രണ്ടാം കക്ഷി ഇൻഷുറൻസ് കമ്പനിയാണ്. അതേസമയം മൂന്നാം കക്ഷി അഥവാ തേർഡ് പാർട്ടി എന്നത് ആദ്യ കക്ഷിയുടെ, അതായത് നിങ്ങളുടെ തെറ്റ് കാരണം നഷ്ടം സംഭവിക്കുന്ന വ്യക്തിയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതൊരു വാഹനത്തിനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് പിഴയ്ക്ക് കാരണമാകും. തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രയോജനം നിങ്ങളുടെ കാർ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരാളുടെ സ്വത്തിന് കേടുപാടുകൾ വരുത്തുകയോ മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും എന്നതാണ്. ഇത് നിങ്ങളുടെ ചെലവ് ലാഭിക്കും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസികൾ സാധാരണയായി താങ്ങാനാവുന്ന പ്രീമിയങ്ങളോടെയാണ് വരുന്നത്. ഈ താങ്ങാനാവുന്ന വില നിയമപരമായ ആവശ്യങ്ങളും സാമ്പത്തിക പരിരക്ഷയും ഉറപ്പാക്കുന്ന പോളിസി വാങ്ങാൻ ആളുകൾക്ക് എളുപ്പമാക്കുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉപയോഗിച്ചാലും പേയ്മെന്റുകൾ ലഭിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. പ്രധാനമായും 2 സാഹചര്യങ്ങളാണ്. പോളിസി ഉണ്ടായിരുന്നിട്ടും കമ്പനി പണം നൽകാൻ വിസമ്മതിച്ചേക്കാവുന്ന ആ സാഹചര്യങ്ങൾ: 1, മദ്യപിച്ച് വാഹനം ഓടിച്ചത് മൂലം അപകടമുണ്ടായാൽ; 2, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വാഹനം ഓടിച്ചാൽ. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ഒരു അപകടം സംഭവിച്ചാലും കമ്പനി പണം നൽകാൻ വിസമ്മതിച്ചേക്കാം. അതേസമയം നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഈ പോളിസി നിങ്ങളുടെ വാഹനത്തിന് സംരക്ഷണം നൽകുന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അപകടത്തിൽ ഉൾപ്പെട്ട മൂന്നാം കക്ഷിക്ക് കവറേജ് നൽകുന്നതിലാണ് ഈ പോളിസി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.